വൈകുന്നേരം ആയപ്പോഴേ ഞാനും അമ്മക്കൂടിയും കൂടി ചെരുപ്പിട്ടിട്ട് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിലെ തൊടിയിലേക്ക് പോകട്ടെ. അവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. അപ്പോഴാണ് അത്തുനിന്നൊരു കരച്ചിൽ കേട്ടത്. ആദ്യമായിട്ട് ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവന് ചെരുപ്പിടാൻ വേണ്ടി കുറേ നേരം അതിൻ്റെ മുകളിൽ കളിക്കുന്നു. ഉറങ്ങി എണീച്ചിട്ട് നല്ലൊരു ഉഷാറില്ല. മുമ്പർക്ക് ഇന്നസെൻ്റ് മുണ്ടെടുക്കാൻ കളിക്കില്ല, അതുപോലെയായിരുന്നു ചെരുപ്പിടാൻ കളിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി നേരത്തെ പരിശ്രമത്തിന് ശേഷം ചെരുപ്പിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നേരെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന നല്ല സുഗന്ധരാജുണ്ട്. എന്താ പറയുക, കല്യാണ സൗഗന്ധികം എന്നൊക്കെ പോയി നല്ല സ്മെല്ലുള്ള ഒരു പൂവുണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല സ്മെല്ലുമാണ്, നല്ല വെള്ളം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടെ. അമ്മക്കുട്ടി കുറേ നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുട്ടോ. അപ്പോൾ അങ്ങനെ ഗേറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അങ്ങനെ പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ലേ. അത് കഴിഞ്ഞ് അമ്മക്കുട്ടി നേരെ നടന്നു പോകട്ടോ. കണ്ട ദൂരെ നോക്കിയാൽ ആ റെഡ് കളർ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു അത്ഭുതം കേട്ടോ. കാരണം അന്ന് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നതാണ് എന്ത് രസമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് മൂത്തിട്ടില്ല കേട്ടോ. ഒരു പിങ്ക് കളറാണ്. ഇനി കുറച്ചും കൂടി ഒന്ന് മൂക്കാനായിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. നമ്മൾ ഈ പീടിയെന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ഒരു ജൈവ രീതിയിലുള്ള നാടൻ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യക്കൂടം കളി തുടങ്ങുകയാണ്. ഗേറ്റ് 2 ദിവസമായിട്ട് വെച്ചിട്ടുള്ള അവനെ ഇളക്കി എടുക്കും തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മുക്കുട്ടിയാണെങ്കിൽ അവൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കൂടം അവിടെ എന്ത് ഷോ ആ കാണിക്കുന്നത് മനസ്സിലാവില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.